നമ്മുടെ നാട്ടിലെ സംഘടനകൾ അഥവാ കണക്ക് കൊണ്ട് സൂര്യൻ അസ്തമിച്ചതിന് ശേഷം ചന്ദ്രൻ അസ്തമിച്ച ദിവസമേ കാണാൻ പറ്റൂ എന്ന് പറയുന്നത് തികച്ചും ബാത്തിലായ കാര്യമാണ്. അതിനെതിരായ എമ്പാടും അനുഭവങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട്. ഷെയ്ഖ് ഹമൂദ് ബിൻ അബ്ദുല്ലാഹ് അത്തുവൈദിരി റഹിമഹുല്ലാഹ് വളരെ മഹാനായ അറിയപ്പെട്ട വളരെ പ്രസിദ്ധനായ കിബാറുകളിൽപ്പെട്ട ആലിമാണ്. അദ്ദേഹം മരണപ്പെട്ടു പോയി. ഹിജറ 1413 മരണപ്പെട്ടത്. ഇപ്പൊ 1437. ഏകദേശം 20ഓളം വർഷം മുമ്പ്. അദ്ദേഹം റഹിമഹുല്ലാ അദ്ദേഹം പറയുകയുണ്ടായി, അദ്ദേഹത്തിന്റെ ഒരു റിസാലയുടെ പേര് തന്നെ എന്താ പറയുക, ഖവാത്തിഉർ റദ്ദി അലാ മൻ അവ്വല അലൽ ഹിസാബി ഫിൽ അഹില്ല. ഖവാത്തിഉൽ അദില്ല ഫിർ റദ്ദി അലാ മൻ അവ്വല അലൽ ഹിസാബി ഫിൽ അഹില്ല. ഈ ഹിസാബ് കൊണ്ട് കണക്ക് കൊണ്ട് ചന്ദ്രനെ കാണും എന്ന് പറയുന്നവർക്കുള്ള ഖണ്ഡിതമായ തെളിവുകൾ എന്നാണ് അദ്ദേഹത്തിന്റെ റിസാലയുടെ പേര് തന്നെ. അദ്ദേഹം ഇത് എഴുതാനുണ്ടായ കാരണം എന്താണ്? ഹിജറ 1408 സൗദി അറേബ്യയിൽ ഇതേപോലെ ഈ കണക്കന്മാർ വന്നിട്ട് പറഞ്ഞു, ഈ വർഷം സൂര്യൻ അസ്തമിച്ചതിന് ശേഷം അസ്തമിക്കുന്നതിന് മുമ്പേ ചന്ദ്രൻ അസ്തമിച്ചു പോകും, അതുകൊണ്ട് ഈ പ്രാവശ്യം കാണാൻ കഴിയില്ല. എന്നിട്ട് എന്തുണ്ടായി? എത്രയോ മനുഷ്യന്മാർ കണ്ണുകൊണ്ട് മുകളിലേക്ക് നോക്കിയപ്പോ ഇതിനെ കണ്ടു. ഒരു നിലക്കും നിഷേധിക്കാൻ പറ്റാത്ത നിലക്ക് ആളുകൾ കണ്ടു, സാക്ഷികൾ ഉണ്ടായി. അപ്പൊ ഷേഖ് അതിനെ കുറിച്ച് പറയുകയാണ്, ഇവരുടെ ഈ കണക്ക് ബാത്തിലാണ്. കാരണം ഇവർ പറയുന്നത് എന്താ, കണക്ക് തെറ്റൂലെന്നാണ്. ഈ കണക്ക് തെറ്റൂല, ഇത് ഖത്ഈയാണെന്നാണ് ഇവർ പറയുന്നത്. അത് തെറ്റാണ്, ഇത് വെറും വന്നിയാണ്. ഖത്ഈ എന്ന് പറഞ്ഞാൽ തെറ്റാത്തത്, ഖണ്ഡിതമായത്. വന്നി എന്ന് പറഞ്ഞാലോ ഊഹത്തിന്റെ അടിസ്ഥാനത്തിലുള്ളതാണ്. യഥാർത്ഥം എന്താണ്, ഇതിലെ യാഥാർത്ഥ്യം എന്താണ്, ഇത് ഊഹത്തിന്റെ അടിസ്ഥാനത്തിലുള്ളതാണ്. ഇൻഷാ അല്ലാഹ് അതിനുള്ള ഒരുപാട് തെളിവുകൾ വരുന്നുണ്ട്. അപ്പൊ അതിനുള്ള ഏറ്റവും മുന്തിയ തെളിവാണ് ഈ 1408 സംഭവിച്ചത്. ഇദ്ദേഹം ഹമൂദ തുവൈജിദ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നു, ഇഅ്തിമാദുഹു അലാ ളന്നിഹി വഹിസാബിഹി ഫീ ദുഖൂലി ശഹ്രി ശവ്വാൽ ഫീ സന 1408. ഇവർ ഈ വർഷം അഥവാ ഹിജറ വർഷം 1408 ഇവന്റെ ഊഹത്തിലും ഇവന്റെ കണക്കിലൊക്കെ ഇവൻ ആശ്രയിച്ചു. ഫഖദ് സഅമ, എന്നിട്ട് ഇവർ ജൽപ്പിച്ചു, അന്നൽ ഖമറ സയഗ്റുബു ഖബ്ല ഗുറൂബി ശംസ്. എന്താണ് ജൽപ്പിച്ചത്? അന്നൽ ഖമറ സയഗ്റുബു ഖബ്ല ഗുറൂബി ശംസ്, സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പേ ചന്ദ്രൻ അസ്തമിക്കും എന്നിവർ പറഞ്ഞു. യൗമൽ അഹദ് അൽ മുവാഫിഖ് ലിത്താസി വൽ 20 മിൻ റമളാൻ, റമളാൻ 29 അഥവാ ഞായറാഴ്ച. കൊല്ലം തന്നെ ശേഖ ചെയ്താണ്. ഞായറാഴ്ച ഇവർ പറഞ്ഞെന്താ, കാണൂല, സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പേ ചന്ദ്രൻ അസ്തമിക്കുന്നുണ്ട്, അതുകൊണ്ട് കാണൂല എന്ന് പറഞ്ഞു. വഖദ് ളഹറ ഖതഉഹു ഫീ ളന്നിഹി വഹിസാബിഹി അല്ലദി ലൈസ ബിമുൻദബിതിൻ. ഇവര് രേഖയില്ലാത്ത, ഒരു അടിസ്ഥാനമില്ലാത്ത ഇവരുടെ അതായത് കൃത്യമല്ലാത്ത ഇവരുടെ കണക്ക് തെറ്റാണ് എന്ന് നമുക്ക് ഈ വർഷം ബോധ്യപ്പെട്ടു. വദാലിക ബിസുബൂതി റുഅയത്തിൽ ഹിലാൽ ഫീ ലൈലത്തിൽ ഇസ്നൈൻ ഫീ ആദദിൻ മിനൽ മുദുനി വൽ ഖുറാ ഫിൽ മംലകത്തിൽ അറബിയ്യത്തി സഊദിയ. അതേ ദിവസം തന്നെ, അഥവാ ഇവർ പറഞ്ഞത് ഞായറാഴ്ച കഴിഞ്ഞിട്ട് അന്ന് വൈകുന്നേരം കഴിഞ്ഞുള്ള രാത്രിയാണ്. അതേ രാത്രി തന്നെ, അതിനാണ് തിങ്കളാഴ്ച രാവെന്നു പറയുന്നത്. ആ രാത്രി തന്നെ മംലകത്തുൽ അറബിയ്യത്തി സഊദിയയിൽ അഥവാ സൗദി അറേബ്യയിലെ പല പട്ടണങ്ങളിലും ഈ ചന്ദ്രൻ ആളുകൾ കാണുകയുണ്ടായി. വറുഇയ അയ്ദൻ ഫീ ഗൈറിൽ മംലകത്തിൽ അറബിയ്യ, സൗദിയിലല്ലാത്ത മിനൽ ബിലാദിൽ മുജാവിറത്തി ലഹാ, ഇതിന്റെ അയൽ രാജ്യങ്ങളിലും ബാക്കിയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ പലതിലും കാണുകയുണ്ടായി. കമാ ഖദ് ദക്കറ ദാലിക ഫി ബഅദിൽ ഇദാഅത്ത്, ദുക്കറ ദാലിക ഫി ബഅദിൽ ഇദാഅത്ത്, റേഡിയോയിലൊക്കെ പറഞ്ഞതുപോലെ മറ്റുള്ള നാട്ടിലും കണ്ടു. നമ്മുടെ നാട്ടിൽ ഒരുപാട് ആളുകൾ കണ്ടു. ഇതാരുടെ സാക്ഷ്യമാണ്? ഏതെങ്കിലും ജാഹിലിന്റെ സാക്ഷ്യമല്ല. ഹമൂദ തുവൈജിരി റഹിമഹുല്ലാഹ് അദ്ദേഹം കിബാറുകളിൽപ്പെട്ട ആലിമാണ്. ഒരുപാട് ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുള്ള മഹാനായ പണ്ഡിതനാണ്, മരണപ്പെട്ടുപോയി. അദ്ദേഹം പറയാണ്, ഇത് ബാത്തിലാണെന്ന് നമുക്ക് ഈ കാഴ്ചയിലൂടെ തന്നെ തെളിഞ്ഞു. ഈ കാഴ്ചയെ നിഷേധിക്കാൻ മുസ്ലിമിന്റെ അവന്റെ കാഴ്ചയെ, അവന്റെ അദാലത്തിനെ, അവന്റെ നീതിയെ മോശമായി പറയാൻ ഇവർക്ക് ആർക്കാണ് പറ്റുക? മാത്രമല്ല ഒരാളതല്ല, ഇത് ഒരുപാട് ആളുകൾക്ക് സംഭവിച്ചത്. ഇപ്പോ ഞാൻ പറഞ്ഞ വർഷം 1408. ഇനി ഇത് മുമ്പ് സംഭവിച്ചിട്ടുണ്ട്. ഇത് ചില വർഷങ്ങൾ മാത്രമാണ്, നമുക്ക് അറിയാണ്ട് എത്രയോ സംഭവിച്ചിട്ടുണ്ടാവും. അറിയുന്ന ഉലമാക്കൾ രേഖപ്പെടുത്തിയ ചില വർഷങ്ങൾ ഞങ്ങളോട് പറയാം ഇതുപോലെ സംഭവിച്ചത് കാണൂല എന്ന് ഇവർ പറഞ്ഞു, എന്നിട്ട് കണ്ടത്.
ഒന്ന് ഈ പറഞ്ഞ 1408, അതിനു മുമ്പ് 1389 സംഭവിച്ചിട്ടുണ്ട്. ഞാൻ ഹിജറ വർഷമാണ് പറയുന്നത്. ഇപ്പോൾ 1437, 1389 നടന്നിട്ടുണ്ട്. 1427 നടന്നിട്ടുണ്ട്. അതപ്പോ 10 വർഷം മുമ്പ്. ചില ഓർമ്മകൾ ചില ആളുകൾക്ക് വരുന്നുണ്ടെങ്കിൽ നന്നായിരിക്കും. 1427 ഇവിടുത്തെ കാര്യമല്ല, കുറച്ച് കാര്യം. 1413 ആ വർഷം സംഭവിച്ചിട്ടുണ്ട്. ഇത് ഇപ്പൊ ഹമൂദ് തുവൈജിർ ഇത് സ്ഥിരപ്പെടുത്തി ഞാൻ വായിച്ചു. ഇതുപോലെ സാലിഹ് അൽ ലുഹൈദാൻ ഹഫളഹുല്ലാഹ് ഇന്നും ജീവിച്ചിരിക്കുന്ന ഹൈഅത്തു കിബാരിൽ ഉലമായിൽ ഉള്ള മഹാനായ പണ്ഡിതനാണ് സാലിഹ് അൽ ലുഹൈദാൻ. അദ്ദേഹം പറഞ്ഞു ഇതുപോലെ കണ്ടു. എന്നിട്ട് പത്രങ്ങളിലൊക്കെ കുറെ ആളുകൾ വസ്വാസം ഉണ്ടാക്കാൻ നടക്കുന്നു അവന്റെ കണക്കും കൊണ്ട് എന്ന് സാലിഹ് അൽ ലുഹൈദാൻ പറഞ്ഞു. ഇത് നോക്കൂ നിങ്ങൾ, ഇത് ആരുടേതാന്ന് പറയും? 1407 സംഭവിച്ചതിനെ കുറിച്ച് പറയാണ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ്. അബ്ദുൽ അസീസ് ബിൻ അബ്ദുല്ലാഹി ഇബ്നു ബാസ് മജ്മൂ' ഫതാവിയിൽ അദ്ദേഹം പറയുകയാണ് ബിഅന്ന അൽ ഹഖായിഖ അൽ ഇൽമിയ, ഈ വർഷം ഇവരുടെ ഈ ശാസ്ത്രത്തിന്റെ തീരുമാനങ്ങൾ എന്തായിരുന്നു? തുഅക്കിദു ആദമ ഇംകാനിയത്തി റുയത്തി ഹിലാൽ റമദാൻ മസാ അൽ ഇസ്നൈൻ മുത്ലഖ. അന്ന് അഥവാ തിങ്കളാഴ്ച വൈകുന്നേരം എന്ന് പറഞ്ഞാൽ ചൊവ്വാഴ്ച രാത്രി കാണുകയില്ല എന്ന് ഈ കണക്കിന്റെ ആളുകൾ അവരുടെ ശാസ്ത്രം കൊണ്ട് ഉറപ്പിച്ചു പറഞ്ഞിരുന്നു. ഹൈസു അസാദ, അവർ പറഞ്ഞു അന്നൽ ഹിലാല, ചന്ദ്രൻ ആവും എന്താവും? യഗീബു ഖബ്ല ഗുറൂബി ശംസ്. ഇതേ വാക്ക് ഇതാണ് ഇവിടെ പറയാറുള്ളത്. കലണ്ടറിലൊക്കെ അതാണ് കൊടുക്കാറുള്ളത്. സൂര്യൻ അസ്തമിക്കുന്ന ഇത്ര മിനിറ്റ് മുമ്പ് ചന്ദ്രൻ അസ്തമിക്കും, സൂര്യൻ ഇത്ര മിനിറ്റ് ശേഷം ചന്ദ്രൻ അസ്തമിക്കും. അത് അഹ്ലുസുന്നയുടെ കലണ്ടറിൽ പോലും ഉണ്ട്. ഒരാവശ്യമില്ല, അതിന്റെ യാതൊരു ആവശ്യവും നമുക്കില്ല. എന്തിന്റെ ആവശ്യമാണ്? അതിന്റെ ആവശ്യം നമുക്കില്ല. ഇവരിങ്ങനെ പറഞ്ഞു എന്താണ്? ഹൈസു അഫാദ അന്നൽ ഹിലാല യഗീബു ഖബ്ല ഗുറൂബി ശംസി ബിഹവാലി 20 ദഖീഖ. സൂര്യൻ അസ്തമിക്കുന്നതിന്റെ 20 മിനിറ്റ് മുമ്പ് ചന്ദ്രൻ അസ്തമിക്കും എന്ന് പറഞ്ഞു. പക്ഷെ എന്തുണ്ടായി? കണ്ടത് വളരെ സ്ഥിരപ്പെട്ടു. ലിഹിലാൽ റമദാൻ ഫി ലൈലത്തി സുലാസ, അതായത് അന്ന് ചൊവ്വാഴ്ച രാത്രി, തിങ്കളാഴ്ച അന്ന് രാത്രി അഥവാ ചൊവ്വാഴ്ച തലേന്ന് രാത്രി തന്നെ കണ്ടത് സ്ഥിരപ്പെടുകയുണ്ടായി. മംലക്കത്തുൽ അറബിയത്ത് സൂഅദ്. ഇതാരാ പറഞ്ഞു? ഇബ്നു ബാസ്. ഏതെങ്കിലും കള്ളന്മാർ വെച്ച് കണ്ടു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്ന അങ്ങനെയുള്ള വിവരക്കേട് ചെയ്യുന്ന ആളുകളല്ല ഉലമാക്കൾ. നമ്മളെക്കാളൊക്കെ ബുദ്ധിയുള്ള മഹാന്മാരായ ഉലമാക്കളാണ്, നബിമാരുടെ പിൻഗാമികളാണ് അവർ. നമുക്കാണ് അവരെക്കാളും ബുദ്ധി എന്ന് ആരും വിചാരിച്ചു പോകരുത്. മറിച്ച് നബിമാരുടെ പിൻഗാമികൾക്കാണ് ഏറ്റവും നല്ല ബുദ്ധിയുള്ളത്. അപ്പൊ നോക്കൂ നിങ്ങൾ, ഇത് വളരെ അറിയപ്പെട്ട കാര്യമാണ് ഇവർ പറയുന്നത്. ഇത് മലയാളികളും കണ്ടിട്ടുണ്ട്. ആ സമയത്ത് ഗൾഫിലുണ്ടായിരുന്ന പല ആളുകളും അനുഭവം പറഞ്ഞിട്ടുണ്ട്. എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ ചില ആളുകൾക്ക് അനുഭവം ഉണ്ടാവും. കണക്കുകൾ പറഞ്ഞു കാണൂല. എന്നിട്ട് ഗൾഫിലുള്ള ആളുകൾ നേരെ അവനവന്റെ കണ്ണുകൊണ്ട് നോക്കി കണ്ട പിന്നെന്ത് ശാസ്ത്രം, പിന്നെന്ത് കണക്ക്. എത്ര ആളുകൾ, ഒന്ന് രണ്ടോ അല്ല, ഒരുപാട് ആളുകൾ ഇങ്ങനെ കണ്ടതായി പറഞ്ഞിട്ടുണ്ട്. 1408 നടന്നു, 1427, അതുപോലെ 1413 ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടായി. അതുപോലെ തന്നെയാണ് ഇതിപ്പോ ഞാൻ സാലിഹ് അൽ ലുഹൈദാന്റെ പറഞ്ഞു, ഹമൂദ് തുവൈജിർ പറഞ്ഞത് പറഞ്ഞു, ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞത് പറഞ്ഞു. ഇനി നോക്കൂ, ബക്കർ അബൂ സെയ്ദ് റഹിമഹുല്ലാഹ് ലജ്നത്തു ദായിമയിലുണ്ടായിരുന്ന, നമ്മൾ ഈ ഇബാദത്തൊക്കെ എമ്പാടും വായിച്ചിരുന്നു. ബക്കർ അബൂ സെയ്ദ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞിരുന്നത്. ബക്കർ അബൂ സെയ്ദ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു ഇതുപോലെ വേറൊരു വർഷം കൂടി നടക്കുകയുണ്ടായി. എന്താണ് അദ്ദേഹം പറഞ്ഞു? ഫി ഹിലാലിൽ ഫിത്രി ശഹരി ശവ്വാൽ മിൻ ഹാദൽ ആം 1406, ഈ വർഷം അഥവാ 1406 ഫഇന്നൽ ഹാസിബീന, ഈ കണക്കിന്റെ ആളുകൾ അഅലനു, അവർ പ്രഖ്യാപിച്ചിരുന്നു, അന്നതീജ ഫിസ്സുഹുഫി, പത്രങ്ങളിലൊക്കെ അവർ പ്രഖ്യാപിച്ചിരുന്നു, ബിസ്തിഹാലത്തി റുഅയത്തി ഹിലാലി ശവ്വാൽ ലൈലത്ത സബ്ത്, ശനിയാഴ്ച രാത്രി ഹിലാൽ കാണാൻ സാധ്യമല്ല. അങ്ങനല്ലേ ഇപ്പൊ നിങ്ങൾ കണ്ടിട്ടില്ലേ? സാധ്യമല്ലാത്തതിനാൽ നമ്മൾ മറ്റേ ബുധനാഴ്ച പെരുന്നാളാക്കി. ഇത് സാധ്യമല്ല ഇവർ മുൻകൂട്ടി പറയുകയാണ് ഈ കണക്കന്മാരുടെ ഇത് പിടിച്ചിട്ട്. ഇതൊക്കെ മറ്റുള്ള നാടുകളിൽ ആരാണ് ചെയ്യാറുള്ളത്? ഉലമാക്കൾ ഇങ്ങനത്തെ പണിക്കൂല. ചെയ്യാറുള്ളത് ഇങ്ങനത്തെ കണക്കിന്റെ ആളുകളും പത്രക്കാരൊക്കെയാണ്. ഇവിടെ വലിയ വലിയ പണ്ഡിത സംഘടനയൊക്കെ പേരിട്ട് ഉലമ എന്നുള്ള പേര് മോശമാക്കാൻ വേണ്ടിയുള്ള കുറെ ആളുകൾ, ആ പേരിനെ മോശമാക്കാനുള്ള ചില ആളുകൾ ആണ് ഇങ്ങനെ പ്രഖ്യാപിക്കുന്നത്. മുമ്പേ പ്രഖ്യാപിക്കുന്നുണ്ട്, കാണാൻ സാധ്യതയില്ല, അതുകൊണ്ട് നമ്മൾ പിന്നെ നേരത്തെ പ്രഖ്യാപിക്കണം. ഇതുപോലെ പ്രഖ്യാപിച്ചു. പക്ഷേ സ്ഥിരപ്പെട്ടു, കണ്ടത് സ്ഥിരപ്പെട്ടു.
എങ്ങനെയാണ് സ്ഥിരപ്പെട്ടത്? ബിഇശ്രീന ഷാഹിദ. എത്ര സാക്ഷികൾ? 20 സാക്ഷികൾ കണ്ടു. 20 സാക്ഷികൾ സൗദി അറേബ്യയിൽ കാണുകയുണ്ടായി. അലാ അർദിൽ മംലക്കത്തിൽ അറബിയ്യത്തി സൗദിയ ഫി മനാതിഖ് മുഖ്തലിഫ. സൗദിയിലെ ഏതെങ്കിലും ഒരു ഭാഗത്തല്ല, മറിച്ച് പല സ്ഥലത്ത് ഫി ആലിയതിഹ വശമാലിഹ വശർഖിഹ, അതിന്റെ വടക്കും അതുപോലെ കിഴക്കും ഉയർന്ന ഭാഗത്തും ഒക്കെ കാണുകയുണ്ടായി. വറുഇയ ഫി അഖ്താരി ഉഖ്റ മിനൽ വിലായത്തിൽ ഇസ്ലാമിയ. സൗദി അല്ലാത്ത മറ്റുള്ള നാടുകളിലും കാണാനുണ്ടായി. ഇവരെ പറഞ്ഞെന്താ? കാണൂല. അപ്പൊ ഇത് തെറ്റാണ് എന്നത് നമുക്ക് വ്യക്തമായി മനസ്സിലാകുന്ന കാര്യമാണ്. ബക്കർ അബൂ സയ്യിദ് ഇത് പറഞ്ഞിട്ടുള്ളത് ഫിഖ്ഹുൻ നവാസിൽ എന്ന അദ്ദേഹത്തിന്റെ ഒരു കിതാബുണ്ട്. ഫിഖ്ഹുൻ നവാസിൽ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആധുനികമായ പല വിഷയങ്ങളും, ഇതുപോലെയുള്ള ആധുനികമായ പല വിഷയങ്ങളും അതിന്റെ യഥാർത്ഥ ഇസ്ലാമിക വിധി എന്താണ് എന്ന് വ്യക്തമാക്കുന്ന അദ്ദേഹത്തിന്റെ ഒരു കിതാബാണ് ഫിഖ്ഹുൻ നവാസിൽ. അതിൽ പൊളിച്ചെടുക്കുന്നുണ്ട് ഈ കണക്കിന്റെ ആളുകൾ. അവരുടെ ഓരോ തെളിവും ഒരു അടിസ്ഥാനവുമില്ല എന്ന് ബക്കർ അബൂ സയ്യിദ് റഹിമഹുല്ലാ തെളിയിച്ചിട്ടുണ്ട്. ഉലമാക്കൾ തെളിയിച്ചാൽ തെളിയിച്ചതുപോലെ ഇരിക്കും. അവർ തെളിയിച്ചാൽ നമ്മൾ പ്രസംഗിക്കുന്നത് പോലെയോ അല്ലെങ്കിൽ കുറെ ആളുകൾ അവരുടെ ആധുനിക സങ്കല്പവും അങ്ങനെ പറയുന്നത് പോലെയല്ല. അവരുടെ തെളിയിക്കലാണ്. ഇപ്പൊ നോക്കൂ നിങ്ങൾ, മാത്രമല്ല സൗദി അറേബ്യയിൽ സാക്ഷ്യം സ്വീകരിക്കും. ഇപ്പൊ 20 ആളുടെ കാര്യമാണ് പറയുന്നത്. ഒരാളുടെ സാക്ഷ്യം തന്നെ മാസപ്പിറവിക്ക് സ്വീകരിക്കാൻ പല കണ്ടീഷനുണ്ട് അവരുടെ നാട്ടിൽ. ഒരാൾ ഞാൻ കണ്ടു എന്ന് പറഞ്ഞാൽ അപ്പടം എടുക്കൂല, മറിച്ച് ചോദിക്കും എങ്ങനെ കണ്ടപ്പോ എങ്ങനെ കോലം എങ്ങനെയായിരുന്നു, സൂര്യന്റെ സ്ഥാനത്ത് നിന്ന് എവിടെയായിരുന്നു ഇതുണ്ടായിരുന്നത്, ഇങ്ങനെ പല ചോദ്യങ്ങളും ചോദിക്കും. എന്നിട്ട് മാത്രമാണ് ഇത് അംഗീകരിക്കുക. നേരെ വന്നിട്ട് ഞാൻ കണ്ടു എന്ന് പറഞ്ഞ് അങ്ങ് എടുക്കുക എന്ന് വിചാരിക്കരുത്. അങ്ങനെ എടുത്താൽ തന്നെ ധാരാളമാണ് മുസ്ലിങ്ങളുടെ കാഴ്ച അവരുടെ ആചാരത്തിനെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ ഇങ്ങനെയാണ് ഉണ്ടായിരിക്കുക, ഇങ്ങനെയാണ് സൗദി അറേബ്യയിൽ ചെയ്യുന്നത്. ഇത് വ്യക്തമായ അനുഭവങ്ങളും തെളിവുകളുമാണ്. ഇതിനെ നിഷേധിക്കാൻ യഥാർത്ഥത്തിൽ കഴിയുകയില്ല. ഇപ്പോ നമുക്ക് സംശയം ഉണ്ടാവും, എങ്ങനെയാണ് ഈ കണക്ക് തെറ്റുക എന്നുള്ളത്. എങ്ങനെയാണ് ഈ കണക്ക് തെറ്റുക? നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ കണക്കിനെ കുറിച്ച് നമ്മുടെ മുൻഗാമികളുടെ നിലപാടെന്താണ്, നമ്മളത് ആദ്യം പഠിക്കുക. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം കണക്കിന്റെ ആളുകളെ കുറിച്ച് പറഞ്ഞു, ഫദീനുനാ ലാ യഹ്താജു അൻ യഹ്സുബ മാ അലൈഹി അഹ്ലുൽ കിതാബ്. നമുക്ക് ഈ ദീനിൽ ഇങ്ങനെ ഈ മാസപ്പിറവി കണക്കൂട്ടേണ്ട എഴുതേണ്ട ആവശ്യമില്ല. അഹ്ലുൽ കിതാബ് ചെയ്തിരുന്നത് പോലെ അവർ മിൻ അന്നഹും യഅലമൂന മവാഖിത സൗമിഹിം വഫിത്രിഹിം ബികിതാബിൻ വഹിസാബിൻ, അവരവരുടെ നോമ്പും അവരുടെ മാസപ്പിറവിയൊക്കെ കണ്ടിരുന്നത് ഏതിന്റെ അടിസ്ഥാനത്തിലാണ്? ഇങ്ങനെ കണക്കിന്റെ അടിസ്ഥാനത്തിലാണ്. യഥാർത്ഥത്തിൽ അള്ളാഹു അവരോടും കൽപ്പിച്ചത് ഹിലാലിനെ നോക്കാനായിരുന്നു. അവരാണ് ഈ പണി തുടങ്ങിയത്. റസൂൽ പറഞ്ഞല്ലേ, തത്തബിഉന്ന സുനന മൻ കാന ഖബ്ലകും ശിബ്റൻ ബിശിബ്രിൻ വദിറാഅൻ ബിദിറാഇൻ ഹത്താ ലൗ ദഖലൂ യഖറ റബ്ബി ലതബിഅ്തുമൂഹു. അവരെ നിങ്ങൾ കാണായി മുഴത്തിന് മുഴമായി പിൻപറ്റുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതാണിത്. ഞാൻ പറഞ്ഞല്ലേ, ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ വദീനുഹും, അവരുടെ ദീൻ തന്നെ മുഅല്ലഖുൻ ബിൽ കുതുബി, ഇങ്ങനെ കണക്ക് എഴുതി വെച്ച കിതാബുകളുമായിട്ടാണ് അവരുടെ ദീൻ തന്നെ അതിനെ ആശ്രയിച്ചിരിക്കുന്നു. ലൗ ഉദിമത് ലം യഅരിഫു ദീനഹും, അക്കിതാബുകളില്ലെങ്കിൽ അവരുടെ ദീൻ തന്നെ ഇല്ല. വലിഹാദാ യൂജദു അക്സറ അഹ്ലി സുന്ന യഹ്ഫദൂന അൽ ഖുർആന വൽ ഹദീസ് അക്സറ മിൻ അഹ്ലിൽ ബിദ്അ. ഇതുകൊണ്ടാണ് അഹ്ലുസ് സുന്നയിലും നിങ്ങൾക്ക് ഇത് കാണാം. അഹ്ലുസ് സുന്ന ഖുർആനും ഹദീസും ഹിഫ്ളാക്കും അഹ്ലുൽ ബിദ്അയിനെക്കാളും അവരുടെ അധികം എഴുത്തായിരിക്കും. അഹ്ലുസ് സുന്നയിലാണ് ഹിഫ്ളാക്കുന്നവരെ കൂടുതൽ കാണുക അഹ്ലുൽ ബിദ്അയിനെക്കാളും. എന്നിട്ട് ഇബ്നു തൈമിയ്യ പറയുന്നു, ഫീഹിം ശിബ്ഹും ബി അഹ്ലിൽ കിതാബ് മിൻ ബഅദിൽ വുജൂഹ്. ഈ അഹ്ലുൽ ബിദ്അത്തിന്റെ ആളുകൾക്ക് യഹൂദികളും നസ്രാനികളുമായി ഈ വക വിഷയങ്ങളിലും സാദൃശ്യമുണ്ട്, ഹിഫ്ളാക്കുന്ന കാര്യത്തിൽ പോലും. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇത്തഫഖ അഹ്ലുൽ ഹിസാബിൽ ഉഖലാ. ഇത് മനസ്സിലാക്കണം, കണക്കിന്റെ ആളുകളിൽ തന്നെ ബുദ്ധിയുള്ള ആളുകൾ, കണക്കിന്റെ ആളുകളിൽ തന്നെ, അതായത് കണക്ക് കൂട്ടാൻ അറിയുന്ന ആളുകളുടെയാണ് ഉദ്ദേശം. ഈ ഗോളശാസ്ത്ര കണക്കുകൾ അറിയുന്നവരിൽ തന്നെ ബുദ്ധിയുള്ള ആളുകൾ അല അന്ന മഅരിഫത ളുഹൂരിൽ ഹിലാലി ലാ യുബ്ബതു ബിൽ ഹിസാബ് ളബ്തൻ താമൻ ഖത്ത്. വിത്തനിയെ പറയുന്നു, ഈ കണക്കിന്റെ ആളുകൾ തന്നെ, അവരിൽ ബുദ്ധിയുള്ള ആളുകൾ ഉറപ്പിച്ചു പറയും, ഇതിന്റെ കാഴ്ച കാണുമോ ഇല്ലേ എന്നുള്ളത് കണക്കിന്റെ അടിസ്ഥാനത്തിൽ ഒരിക്കലും ഉറപ്പിച്ചു വരാൻ കഴിയുകയില്ല എന്നാണ് അവരിൽ തന്നെ അഖിലുള്ള ആളുകൾ പറയുന്നത്. വലിദാലിക ലം യതകല്ലം ഫീഹി ഹുദ്ദാഖുൽ ഹിസാബ്. അതുകൊണ്ടാണ് ആ വിഷയത്തിൽ തന്നെ നല്ല കഴിവുള്ള ആളുകൾ ഈ വർത്താനം പറഞ്ഞിട്ടില്ല. ബൽ അൻകറുഹു, അല്ല ഇതിനെ നിഷേധിക്കുകയാണ് ചെയ്തിട്ടുള്ളത്.
وإنما تكلم فيه قوم من متأخريهم